നമുക്ക് സിംഗിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടണം. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് സ്ലിപ്പ് നോട്ടിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളൊരു 10 ചെയിൻ ഇടുക കേട്ടോ. 1 2 3 4 5 6 7 8 9 10. നമ്മൾ സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 10 ചെയിൻ ഇടുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെയിൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സ്ട്രാ ഇട്ട ചെയിൻ ഉണ്ടല്ലോ, ഇത് നമ്മളെ ഹുക്കിൻ്റെ ഈ ലൂപ്പ് ഉണ്ട്, അതിന് നേരെ കാണുന്നതാണ് നമ്മളെ ഫസ്റ്റ് ചെയിൻ. അത് സ്കിപ്പ് ചെയ്യാം. നമ്മൾ 10 ചെയിൻ ഇട്ടിട്ട് എക്സ്ട്രാ ഇട്ട ചെയിൻ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത ചെയിൻ കണ്ടോ, ഈ ചെയിനിൻ്റെ അപ്പർ ലൂപ്പ്, അതായത് ഒരു ചെയിൻ എന്ന് പറയുന്നത് ഈ വി പോലുള്ളതാണ് ഒരു ചെയിൻ. ഇതാണ് ഒരു ചെയിൻ കേട്ടോ. അപ്പോൾ അടുത്ത ചെയിൻ ഏതേക്കരം? ഇതാണ് അടുത്ത ചെയിൻ. അതിൻ്റെ തൊട്ടടുത്ത ചെയിൻ ഇതാണ്. ഈ 2 ഭാഗം, അതായത് വി പോലുള്ള ഈ 2 ഭാഗം ചേർന്നതാണ് ഒരു ചെയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പർ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് വരിക കേട്ടോ. അപ്പർ ലൂപ്പ് നല്ല നോർമലി നമ്മൾ പറയുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ്. പക്ഷേ ഇതിന് ബാക്ക് ലൂപ്പ് എന്നാണ് നമ്മൾ ശരിക്കും പറയേണ്ടത്. ഇതിനെന്താ പറയുക? ബാക്ക് ലൂപ്പ് എന്നാണ് കേട്ടോ പറയാം. നമ്മൾ ഫസ്റ്റ് റോയിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ബാക്ക് ലൂപ്പിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് ലൂപ്പ് ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് എന്തായാലും നമുക്കിത് ഫ്രണ്ട് ലൂപ്പ് എന്നാണ് പറയുക കേട്ടോ. ഈ താഴ്ഭാഗത്ത് കാണുന്നത് ഫ്രണ്ട് ലൂപ്പും മുകളിൽ കാണുന്നത് ബാക്ക് ലൂപ്പുമാണ്. നമ്മൾ ബാക്ക് ലൂപ്പിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്ട്രാ ഇട്ട ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്തിട്ട് ആ ചെയിനിലൂടെ, ഇതാണ് കേട്ടോ ചെയിൻ, അതിലൂടെ മാത്രം തിരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ട്. നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിലൂടെ ഒരുമിച്ചെടുക്കാം. ഇത് നമ്മളെ ഈ റോയിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യാണ്. ഇവിടെ ഒരു ചെയിൻ ഉണ്ടാവും, നമ്മൾ സിംഗിൾ ക്രോഷ്യേൻ്റെ ചെയിൻ കണ്ടാവും. ഇതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട്. ഇനി നമുക്ക് അടുത്ത ചെയിൻ, ഇപ്പം നമ്മൾ ഈ ചെയിനിൽ വർക്ക് ചെയ്തു. ഇനി അതിൻ്റെ തൊട്ടടുത്ത ചെയിൻ, രണ്ടാമത്തെ ചെയിനിൻ്റെ അപ്പർ ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്തിട്ട് തിരിച്ചെടുക്കാം. നമുക്ക് ഹുക്കിൽ വീണ്ടും 2 ലൂപ്പ് ഉണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിലൂടെ എടുക്കാം. വീണ്ടും അടുത്ത ചെയിനിൻ്റെ അപ്പർ ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്തിട്ട് തിരിച്ചെടുക്കുക. ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് നമ്മളിങ്ങനെ കൊണ്ടുമ്പോൾ ഈ ലൂപ്പിൻ്റെ ഇവിടെ എത്തുമ്പോൾ ഒന്ന് ചെരിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഈസി ആയിട്ട് അത് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഈ ഒരു റോ ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വരിക. നമ്മൾ താഴത്ത് നമുക്ക് 10 ചെയിനാണ് ഉണ്ടായിരുന്നത്. ഒരു എക്സ്ട്രാ ഇട്ട ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 റോ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എത്ര ചെയിൻ ഉണ്ട് നോക്കാം കേട്ടോ. ഇതാണ് ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ എന്ന് പറഞ്ഞായിരുന്നു. 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 10 ഉണ്ട്. നമ്മൾ താഴത്ത് 10 ഇട്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ രണ്ടാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് 10 ഉണ്ട്. അങ്ങനെ നിങ്ങളൊരു 10-20 റോ ചെയ്താലും നിങ്ങൾക്ക് എത്ര എണ്ണം വേണം? 10 സിംഗിൾ ക്രോഷ്യ തന്നെ വേണം കേട്ടോ മുകളിൽ. അതിൽ കൂടുതലും ഉണ്ടാവാൻ പാടില്ല, കുറവും ആവാൻ പാടില്ല. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ റോ ചെയ്യാം. രണ്ടാമത്തെ റോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ചെയിൻ ഇടാം. എന്നിട്ട് നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിതൊന്ന് മറിച്ച് പിടിക്കുക. ഇങ്ങനെ ഒന്ന് മറിച്ച് പിടിക്കുക കേട്ടോ. ഇതാണ് വർക്ക് ടേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ വർക്ക് ചെയ്യാം. ആദ്യത്തെ ഈ ചെയിൻ ഉണ്ടല്ലോ, എക്സ്ട്രാ ഇട്ട ചെയിൻ, നമ്മളിത് സ്കിപ്പ് ചെയ്യും. അത് ഓരോ റോയിലും അങ്ങനെയാണ്. ഒരു ചെയിൻ നമ്മൾ അധികം ഇട്ടിട്ട് വർക്ക് ടേൺ ചെയ്യും. എന്നിട്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലാണ് വർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു ആദ്യത്തെ റോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ബാക്ക് ലൂപ്പിൽ മാത്രമുള്ളൂ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ഇതാണ് ബാക്ക് ലൂപ്പ്, ഇതിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ റോ ആവുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഒരു ചെയിനിൽ മുഴുവനായിട്ടാണ് വർക്ക് ചെയ്യുക. ഒരു ചെയിൻ മുഴുവൻ എന്ന് പറയുന്നത് ബാക്ക് ലൂപ്പും ഫ്രണ്ട് ലൂപ്പും ചേർന്നതാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം? ഇവിടെ നിന്നാണ് ഇൻസേർട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു സ്പേസ് കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കയറും കേട്ടോ. അപ്പോൾ
അപ്പോൾ അടുത്ത ചെയിനിൻ്റെ എവിടെയാവും ഇൻസേർട്ട് ചെയ്യുക? ഇവിടെ. അങ്ങനെ ഇവിടെ സൈഡിൽ നിന്നാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എക്സ്ട്രാ ഇട്ട ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. എവിടുന്ന് ഇൻസേർട്ട് ചെയ്ത്? നമ്മൾ ചെയിനിൻ്റെ സൈഡിൽ നിന്നാണ് ഇൻസേർട്ട് ചെയ്തത്. ചെയിനിൻ്റെ ബാക്ക് ലൂപ്പും ഫ്രണ്ട് ലൂപ്പും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ആ ചെയിനിൽ കൂടെ തിരിച്ചെടുത്തു. ഇപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 ലൂപ്പിലൂടെ ഒരുമിച്ചെടുക്കുക. ഇത് ഈ റോയിലെ അതായത് രണ്ടാമത്തെ റോയിലെ ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷ്യ ആണ് കേട്ടോ ഇത്. ഇവിടെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്ന് ഇങ്ങോട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത ചെയിനിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് എടുത്തു. ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിലൂടെ എടുത്തു. വീണ്ടും അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. യാൺ ഓവർ ചെയ്തു. യാൺ ഓവർ ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ട് കേട്ടോ. അതേപോലെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതുവരെ ചെയ്യുക കേട്ടോ. നമ്മൾ ഈ ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട സ്ഥലം ഉണ്ടല്ലോ അവിടം വരെ ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് ഊരുക, എന്നിട്ട് ആ ചെയിനിൽ കൂടി ചെയ്യുക. നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 10ാമത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം സ്റ്റിച്ച് മാർക്കർ ഊരി എന്നിട്ട് നമ്മൾ ആ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. കണ്ടോ, ഇതാണ് ആ ചെയിൻ. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് എടുത്തു. ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിലൂടെ എടുത്തു. ഇപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഒരു ചതുരത്തിൽ ഉണ്ടാവും കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? കറക്റ്റ് നമുക്കൊരു ചതുരത്തിൽ ഇത് വരും. ഇങ്ങനെയാണ് ഇനി 2 റോ ചെയ്യേണ്ടത്. ഇനി അടുത്ത റോ ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യാം? നമ്മൾ ഒരു ചെയിൻ ഇടുക, വർക്ക് ടേൺ ചെയ്യാം. എന്നിട്ട് ഈ എക്സ്ട്രാ ഇട്ട ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്തിട്ട് എടുക്കുക. ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിലൂടെ എടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ. 3rd റോയിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയാണ്. ഇവിടെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ ഓരോ റോയും ചെയ്യേണ്ടത്.